കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ് അനുസരിച്ച് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് പറയുന്നത്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും വന്നു. കണ്ണൂരിൽ നിന്ന് മിഥില ബാലനും കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കലും തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിബാലും തത്സമയം ചേരുകയാണ് മഴയുടെ വാർത്തകളുമായി. ആദ്യം നമുക്ക് കണ്ണൂരിലേക്ക് മിഥില ബാലൻ ചേരുന്നു. മിഥില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. പറയൂ മിഥില, എങ്ങനെയാണ് കണ്ണൂരിലെ അവസ്ഥ? മഴ കുറവാണോ? മഴ കടുക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് എസ്കേൻ. കണ്ണൂരിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്, റെഡ് അലർട്ടാണ്. പക്ഷേ നിലവിലിപ്പോൾ മഴയില്ല. നല്ല തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് കണ്ണൂരിലുമുള്ളത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശമെല്ലാം തന്നെയാണ് ജില്ലയിൽ ഉടനീളം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകുന്നതിന് വിലക്കുണ്ട്. ക്വാറികളുടെ പ്രവർത്തനത്തിന് ഇന്നൊരു ദിവസം, അതായത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഇന്നൊരു ദിവസം നിരോധനമുണ്ട് ക്വാറിയുടെ പ്രവർത്തനത്തിന്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ കോളേജുകളല്ല, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസ പഠന കേന്ദ്രങ്ങൾ, അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് അവധിയാണ്. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിൽ മഴയുണ്ടായ സമയങ്ങളിലെല്ലാം തന്നെ കെടുതികൾ ഉണ്ടായ സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങൾ നോക്കിയാണ് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പക്ഷേ നിലവിലിപ്പോൾ കണ്ണൂരിൽ മഴയില്ല, തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണുള്ളത്. എസ്കേൻ, അരുൺ പാറയ്ക്കൽ കൂടി ചേരുന്നു. കാസർഗോഡ് ചിലയിടങ്ങളിലൊന്നും മഴയില്ല എന്ന രീതിയിൽ നമ്മുടെ പ്രേക്ഷകർ കുറിക്കുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്താണ് അവസ്ഥ? എസ്കേൻ, വെരി ഗുഡ് മോർണിംഗ്. എസ്കേൻ, കാസർഗോഡ് നിന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതാ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഒരു ഭാഗത്തും മഴ പെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഈ വെള്ളരിക്കുണ്ട്, അതുപോലെ തന്നെ നീലേശ്വരം, തൃക്കരിപ്പൂർ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. മഞ്ചേശ്വരം ഭാഗത്തൊക്കെയാണ് സാധാരണഗതിയിൽ മഴ, അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഉള്ള സമയത്ത് മലയോര മേഖലയിലും അതുപോലെ തന്നെ കർണാടകത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലുമാണ് മഴ പെയ്യുക. പക്ഷേ ഇതുവരെയും മഴ പെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ജാഗ്രതാ മുന്നറിയിപ്പുകൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലും അതുപോലെ തന്നെ ദേശീയപാത കടന്നു പോകുന്ന മട്ടലായിക്കുന്ന്, വീരമലക്കുന്ന് എന്നീ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു അതിതീവ്ര മഴ പെയ്യുകയാണെങ്കിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ തന്നെ അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അപകട മുന്നറിയിപ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട്. മറ്റൊന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. റാണിപുരം പോലുള്ള മലയോര മേഖലകളിലെ റാണിപുരം പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നതും വിലക്കിയിട്ടുണ്ട്. ഈ മരങ്ങൾ വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു വിലക്ക് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്വാറികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തെളിഞ്ഞ അന്തരീക്ഷമാണ്, തെളിഞ്ഞ കാലാവസ്ഥയാണ്. മനീഷ് മഹിബാൽ തത്സമയം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. തലസ്ഥാന ജില്ലയിൽ എന്താണ് അവസ്ഥ? പട്ടണത്തിലൊക്കെ തന്നെ മഴയില്ല, പക്ഷേ അലർട്ട് ഉണ്ടല്ലോ അവിടെ. വിവരങ്ങൾ. എസ്കെ, നിലവിൽ തെക്കൻ കേരളത്തിൽ എല്ലായിടത്തും നിലവിൽ രാവിലെ മുതൽ തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ ഇന്നലെ രാത്രി പലയിടത്തും ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അനുസരിച്ച് ഒറ്റപ്പെട്ട മഴയാണ്. അതായത് പരക്കെ മഴ പെയ്യാനുള്ള സാധ്യതയില്ല. ഒറ്റപ്പെട്ട മഴ, അതിശക്തമായ അതിതീവ്ര മഴയുണ്ടാകും. അതും മഴയുടെ തീവ്രത വടക്കൻ ജില്ലകളിലായിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ചക്രവാത ചുഴി തെക്കൻ കേരളത്തിന് മുകളിലും ഉള്ളത് കൊണ്ട് തന്നെ തെക്കൻ കേരളത്തിലും പരക്കെ മഴ പെയ്യാനുള്ള സാധ്യത അടുത്ത ദിവസങ്ങളിലുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴ കനക്കാനുള്ള സാധ്യതയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ അണക്കെട്ടായിട്ടുള്ള ഇടുക്കി അണക്കെട്ടിൽ നിലവിൽ 70.91% ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അത് 5 അടി കൂടി വെള്ളം അവിടെ വന്നാൽ അവിടെ റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിക്കും ഇടുക്കി ഡാമിൽ. അതുകൊണ്ട് മലയോര മേഖലകളിൽ, ടൂറിസം മേഖലകളിലൊക്കെ തന്നെ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്നറിയിട്ടുണ്ട്. മധ്യകേരളത്തിലാണ് ഓറഞ്ച്, യെല്ലോ അലേർട്ടുകളുള്ളത്. അങ്ങനെ താരതമ്യേന തെക്കൻ കേരളത്തിൽ മഴ കുറവാണ്. എസ്കെ, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്ന രീതിയിൽ തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ജാഗ്രത കുറയ്ക്കേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.